ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ഏറ്റവും അതിഥികളായിരിക്കുന്ന അതിനയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. ഇവരുടെ സ്നേഹത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തെന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവ് ഈ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറണമേ. ഇന്ന് പകൽക്കാലം 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ വരാമെന്നല്ല യേശു പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വരാമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം വരും. പക്ഷെ ഇന്ന് പകൽ യേശു ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കണ്ണുകളെ ഒന്ന് അടച്ച് കർത്താവിനൊരു മഹത്വം കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അല്പസമയം ആ കർത്താവിനൊരു മഹത്വം കൊടുത്തു തുടങ്ങിയാട്ടെ. ഇന്ന് പകൽക്കാലം അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം ഞാൻ വന്ന സമയം മുതൽ ഈ ഹാളിൻ്റെ അകത്ത് ഒരറ്റം മുതൽ മറ്ററ്റം വരെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം, പതിവുകളെ തെറ്റിച്ചുകൊണ്ട് ചില വിവാഹ ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഭയങ്കരമായൊരു ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം, ആദിയിൽ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിന്റെ ചലനം ഇപ്പോൾ ഇതിനൊക്കെ തുടങ്ങിയിരിക്കുന്നതിനെ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നെന്ന് പറയുന്നവർ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്നവർ മാത്രം, ആരോഗ്യമുള്ളവർ മാത്രം, ബലമുള്ളവർ മാത്രം, ശക്തിയുള്ളവർ മാത്രം ആ കരങ്ങളെ അല്പസമയം ഒന്ന് അടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മാത്രം ആ കരങ്ങളെ ചേർത്തടിച്ച് അല്പസമയം ഹല്ലേലൂയ. ഒരു ദാനം മേടിക്കാൻ നിൽക്കുന്ന കുഞ്ഞെങ്ങനാണോ കൈ നിവർത്തി പിടിക്കുന്നത് എന്നതുപോലെ സ്വർഗത്തിലേക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പിടിക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് പിടിക്കാവോ? ഞാൻ അനിലിനോടും സോണിയോടും കൂടെ ചോദിക്കുക. സോണിക്ക് എഴുന്നേക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്ന് ആരാധിക്കുന്നേ അങ്ങേ സ്നേഹിച്ചിടുന്നേ. ആരാധിക്കുന്നവർ അങ്ങേ ആരാധിക്കുന്നേ, അങ്ങ് സ്നേഹിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ പ്രാണപ്രിയന. സ്തുതിയത്ര ചൊന്നാലും മതിയാകില്ലേശുവേ, സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ. സ്തുതിയത്ര ചൊന്നാലും മതിയാവിൽ യേശുവേ, സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാകില്ലേ. അങ്ങേ ആരാധിക്കുന്ന പാടിക്ക് അങ്ങേ സ്തുതിക്കുന്നേ, സ്തുതിച്ചിടുന്നേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിന. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ പ്രാണപ്രിയന. അക്കരങ്ങൾ ഉയർത്തി സ്തുതിയത്ര ചൊന്നാലും മതിയാവില്ലേശുവേ, എപ്പോഴാകില്ലേ. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ അങ്ങേ സ്നേഹമുള്ളവർ പാടിക്കേ. സ്നേഹിച്ചിടുന്നേ യേശു
ജീവൻ തന്നോരാത്മ സ്നേഹിതൻ ഇതുപോൽ ജീവൻ തന്നോരാത്മ സ്നേഹിതൻ നമുക്ക് വേണ്ടി ഇതുപോലെ വേറെ ആരും സ്വജീവൻ തന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി കൊടുത്താട്ടെ. ക്രൂശിലിന്റെ യേശു ആമേൻ ഒരു വേദനയോടുകൂടെ ആമേൻ ഒരു ജന്മം കൊടുത്തത് വേറെ ആർക്കുമല്ല, വിശുദ്ധ ദൈവസഭയ്ക്കാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശുദ്ധ ദൈവസഭയുടെ ഭാഗമായ ഒരു കുടുംബം കൂടെ ഈ ഭൂമിയിൽ സംജാതമാകാൻ പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ നടുവിലൂടെ ആമേൻ ഉലാത്തുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തിയോ ആ കരങ്ങളെ അടിച്ചോ ആ കർത്താവിന് നന്ദി പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അല്പസമയം ആമേൻ നമ്മൾ കരങ്ങളെ അടിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്തെ അന്തരീക്ഷത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാ. ഇതിന്റെ അന്തരീക്ഷം അറിയാതെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ സ്നേഹം ചില ഹൃദയങ്ങളെ തൊടുന്ന പകലായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ യേശുവിനോടൊന്ന് പറഞ്ഞേ, ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആരെല്ലാം വന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വലിയവനായി ഒരുവനിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട്, അവൻ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവനായതുകൊണ്ട്, അവന്റെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, സ്പർശനം കൊണ്ട്, ശബ്ദം കൊണ്ടെല്ലാം യേശു അനേകരെ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ സ്നേഹം ആരൊക്കെയോ ഇന്ന് പകൽക്കാലം തിരഞ്ഞതിനകത്ത് വരും. അനിലേ, സോണിയ, ദൈവം നിങ്ങൾക്ക് ജീവിതത്തിൽ എത്ര ഉയർച്ച തന്നാലും, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം ശോധനയുടെ അനുഭവം തന്നാലും അതിൻ്റെ അകത്ത് ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ പറയണം, അങ്ങേ വിട്ടു പോകത്തില്ല. ആമേൻ. ഉയർച്ചയിലും താഴ്ചയിലും അങ്ങേ വിട്ടു പോകാതെ, കാണുന്നതാം യാതൊന്നിലും ഇടറി ഞാൻ വീഴാതെ, ഇന്നേ വരെ നിലനിർത്തിയതാ ദൈവകൃപയാണേ. പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നും ഇല്ലായേ. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്നേ വരെ നിലനിർത്തിയതാ ദൈവകൃപയാണേ. പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നും ഇല്ലായേ. നന്ദിയേകിടും, നന്ദിയേകിടും, നന്ദിയേകിടും. ആരോഗ്യവും നൽകിയതിനാ നന്ദിയേകിടും, നന്ദിയേകിടും. ആയുസ്സും ആരോഗ്യവും നൽകിയതിനാ നന്ദിയേകിടും, നന്ദിയേകിടും. ഇത്രത്തോൾ ദയ തോന്നി മാനിച്ചതിനാ. കർത്താവേ, ഞങ്ങൾക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. ഈ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽക്കാലം അങ്ങയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ദൈവമക്കളെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സ്ഥാനത്തെക്കാളും ഞങ്ങളുടെ പദവിയെക്കാളും ഞങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയുടെ ആദ്യയുടെ കർത്താവിന്റെ കരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി നല്ലൊരു മഹത്വം കൊടുക്കാൻ കഴിയുന്നവർ ആ കരങ്ങൾ ഉയർത്തി യേശുവിനൊരു ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ.